വടകര നഗരസഭയുടെ വികസന മുരടിപ്പിനും അഴിമതിക്കുമെതിരെ UDF RMPI പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. പരിപാടി DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു. വടകര അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം പുതിയ സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന വിശദീകരണ യോഗം DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നഗരത്തിലെ രണ്ടാമത്തെ പട്ടണമായ വടകരയ്ക്ക് ഞാനിവിടെ നിൽക്കുമ്പോൾ വലത്തോട്ട് നോക്കി ടാക്സി സ്റ്റാൻഡ്. നിങ്ങൾ കോഴിക്കോട് ജില്ലയിലെ മറ്റ് മുനിസിപ്പാലിറ്റികളിലേക്ക് പോകണ്ട, ടാക്സി സ്റ്റാൻഡുള്ള പഞ്ചായത്തുകളിലേക്ക് പോയാൽ ടാക്സി ഡ്രൈവർമാർക്ക് ഇരിക്കാനുള്ള ഒരു വിശ്രമ കേന്ദ്രം ഉണ്ടാകും. കോഴിക്കോട് ജില്ലയിൽ ടാക്സി ഓടിക്കുന്ന പഞ്ചായത്തുകൾ, നിങ്ങൾ താമരശ്ശേരി കോൺഗ്രസ് UDF ഭരിക്കുന്ന പഞ്ചായത്ത്, കക്കോടി LDF ഭരിക്കുന്ന പഞ്ചായത്ത്, തിരുവമ്പാടി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുന്നില്ല. ഇത് നിങ്ങൾ ഫറൂഖിലേക്ക് വാ, രാമനാട്ടുകരയിലേക്ക് വാ, കൊടുവള്ളിക്ക് വാ, അവിടെയൊക്കെ ഒരു ടാക്സി ഡ്രൈവർമാർക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള ഒരു ഇടമുണ്ട്. ഞാൻ വന്നത് മുതൽ നോക്കുക, ടാക്സി ഡ്രൈവർമാർ നിൽക്കുക അല്ലെങ്കിൽ ആ കാലിൽ ചാരി നിൽക്കുക. ആരാ ഉണ്ടാക്കേണ്ടത്? ലളിതമായിട്ട് ചിന്തിക്കുക, ആരാ ഉണ്ടാക്കേണ്ടത്? ഞാൻ അവരുടെ യൂണിയൻ ഏതാണ് എന്നൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ ഒരു ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ രാത്രികാലത്ത് ഓട്ടം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും ഓടാൻ നോക്കുമ്പോൾ ഒന്ന് ഇരിക്കാൻ, ഒന്ന് കാല് നീട്ടാൻ, ഒന്ന് വെള്ളം കുടിക്കാൻ, ഒന്ന് മൂത്രമൊഴിക്കാൻ, ഒന്ന് കിടക്കാൻ ഒരിടം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ നഗരസഭയ്ക്കില്ലേ? ചെയ്തിട്ടുണ്ടോ? എന്താ കച്ചവടക്കാരന്റെ അവസ്ഥ? ഒരു തനത് വരുമാനം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം അത് മുനിസിപ്പാലിറ്റിക്കാണ്. എത്ര കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കടന്നുപോയിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിലൂടെ. അർബൻ ഡെവലപ്മെന്റിന്റെ ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ, ഇന്ദിരാഗാന്ധിയുടെ പേരിലൊക്കെ അർബൻ ഡെവലപ്മെന്റ് സ്കീം ഒരുപാട് കഴിഞ്ഞുപോയി. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഒരുപാട് പദ്ധതികൾ ഉണ്ടായിരുന്നു. പക്ഷെ വടകരയിലൂടെ സഞ്ചരിച്ചാൽ 10 രൂപ പുതുതായി വരുമാനം കിട്ടുന്ന ഒരു കെട്ടിടം ബാക്കിയുണ്ടോ? ഇവിടെ ഇതിന്റെ ബാക്കിൽ ഒരു BOT. എന്താ ഇതിന്റെ അവസ്ഥ? മാസം 18, കൊല്ലം 18 ലക്ഷം അതല്ലേ അക്കൗണ്ടിലേക്ക് വരേണ്ടത്? നിങ്ങള് എന്റെ പ്രസംഗം കേൾക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ, നേതാക്കന്മാർ നാളെ പറ, എഴുതി വെച്ച BOTയിൽ 25 കൊല്ലം 18 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിനകത്തേക്ക് വരണമെന്ന് എഴുതി പിടിപ്പിച്ച് കരാറാക്കിയ ആ BOTക്കകത്ത് ഒരു പീടിക മുറി കൊടുത്തു പോയിട്ടുണ്ടോ? ആരാ ഉത്തരവാദി? എന്താ മുനിസിപ്പാലിറ്റിക്ക് എന്താ പണി? ഞങ്ങൾ എന്താ ചോദിക്കുന്നത്? എന്താ മുനിസിപ്പാലിറ്റിക്ക് പണി? ഇവിടെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP ആയിരുന്നു, K മുരളീധരനായിരുന്നു, ഇപ്പോൾ ഷാഫിയാണ്. ഒരു റെപ്രസെന്റേഷൻ ഞങ്ങള് വടകര മുനിസിപ്പാലിറ്റിയോട് ചോദിക്കുക, ഒരു റെപ്രസെന്റേഷൻ നിങ്ങൾ MP-ക്ക് കൊടുത്തിട്ടുണ്ടോ ഈ കാലം വരെ? അങ്ങനെയല്ലേ ചെയ്യാ? ഒരു പ്രതിനിധി സംഘം പോയി MP-യെ കണ്ട് ഇന്ന് ഞങ്ങൾക്കൊരു വടകരയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്, അതല്ലേ മുനിസിപ്പാലിറ്റി വെക്കേണ്ടത്? 50 കൊല്ലം കഴിഞ്ഞാൽ വടകരയുടെ മാസ്റ്റർ പ്ലാൻ എന്താ? ഞാൻ കഴിഞ്ഞ 15 കൊല്ലമായി പ്രസംഗിക്കാൻ വന്ന സ്ഥലമാണ്. ഒരു കല്ല് പോലും മാറ്റിയിട്ടിട്ടില്ല. ഇതിവിടെ ഇങ്ങനെ കിടക്കുക. നിങ്ങൾ മറ്റു മുനിസിപ്പാലിറ്റിയിലേക്ക് വാ. ഞാൻ വെറുതെ പറയുന്നതല്ല. മുക്കം മുനിസിപ്പാലിറ്റിക്ക് ആകെ ഒരു 2-3 സെന്റ് സ്ഥലം, മനോഹരമായ ഒരു പാർക്ക്. നിങ്ങൾ മുക്കത്ത് വാ, മുക്കം മുനിസിപ്പാലിറ്റിയുടെ പാർക്ക് മുക്കത്ത് കാണാം, ഇരുവഞ്ഞിപ്പുഴയുടെ തീരങ്ങളിൽ. ഇവിടെയുള്ള പാർക്കിന്റെ ഗതികത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അദ്ദേഹം സൊസൈറ്റിയുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. വടകരയ്ക്ക് വന്നാൽ എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, വടകരയ്ക്ക് വരുന്ന ആളുകൾ തച്ചോളി ഉദയനന്റെ കഥ കേട്ട് വരുന്നവരാ, ഉണ്ണിയാർച്ചയുടെ കഥ കേട്ട് വരുന്നവരാ, കളരിപ്പയറ്റിന്റെ കഥ കേട്ട് വരുന്നവരാ, കുഞ്ഞാലി വരക്കാരുടെ കഥ കേട്ട് വരുന്നവരാ, കോട്ടയുടെ കഥ കേട്ട് വരുന്നവരാ. അവര് വടകരയ്ക്ക് വരുമ്പോ അവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ വടകരയെ അനുഭവപ്പെടുത്തുന്ന എന്താണ് ഉള്ളത്? ഇപ്പൊ കോഴിക്കോട്ട് പട്ടണത്തിൽ വന്നാൽ അഭിമാനത്തോടു കൂടി പറയാം, നിങ്ങൾ രാത്രി 12:30, 1 മണിക്ക്, 2 മണിക്ക്, 3 മണിക്ക് കോഴിക്കോട്ട് പട്ടണത്തിൽ മുഖദാർ മുതൽ പുതിയപ്പ വരെ പോയാൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ഇടമുണ്ടാവില്ല. പുലർച്ചെ 3 മണിക്ക് നല്ല കോഴിക്കോടൻ കാവയും കാടമുട്ടയും 4 മണിക്ക് പുലർച്ചയും കിട്ടും. വടകരയ്ക്ക് 8 മണിക്ക് വന്നാൽ, രാത്രി 8 മണിക്ക് സതീശേട്ട വടകര സ്റ്റാൻഡിൽ വന്നാൽ അയാളുടെ അവസ്ഥ എന്താ? ഏതോ മരുഭൂമിയിൽ, നമ്മുടെ ഈ ബെന്യാമിന്റെ നോവലിലെ ആടുജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അദ്ദേഹത്തിനെ പോലെ മരുഭൂമിയിൽപ്പെട്ട അവസ്ഥയല്ലേ ഈ വടകര ബസ് സ്റ്റാൻഡിൽ? ഞാൻ പലപ്പോഴും വന്നതാ. വടകര ബസ് സ്റ്റാൻഡിൽ പേടിയാവുക.
ഒരു സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് ഇവിടെ വന്നിറങ്ങിയാൽ പേടിയാകുക. ഒരു വെളിച്ചം. ഇതൊരു വടകര മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രൗഢി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നെഞ്ചിൽ കൈവച്ച് നിങ്ങൾ വടകരയുടെ കൗൺസിലർമാരോട് ചോദിക്കാം, എന്തിനു വേണ്ടിയിട്ടാ കാലാകാലം കുത്തിക്കൊടുക്കുന്നത്? കരിമ്പനപ്പാലത്ത് ഇന്നും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ മേയറെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും കരിമ്പനപ്പാലത്ത് കോൺഗ്രസുകാരും ലീഗുകാരും അല്ലല്ലോ തടഞ്ഞു വെച്ചിട്ടുണ്ടാവുക. ആണോ തടഞ്ഞു വെച്ചിട്ടുണ്ടായി? ആരാ തടഞ്ഞു വെച്ചത്? ഗതികെട്ട ജനങ്ങളാണ്. കാരണം കൊതുകിന് രാഷ്ട്രീയമില്ല. പറന്നു വരുന്ന കൊതുക് അത് കോൺഗ്രസുകാരനെ കണ്ടാലും കടിക്കും, ലീഗുകാരനെ കണ്ടാലും കടിക്കും. മലമ്പനി വരാൻ രാഷ്ട്രീയമില്ല, ആരെയും വരും. കരിമ്പനപ്പാലത്തെ മാലിന്യത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾ നോക്ക്. ആ തോട്, കരിമ്പനപ്പാലത്തോട് എന്തെങ്കിലും ഒന്നാക്കാൻ ഈ കാലം വരെ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടുണ്ടോ? എന്താണ് ഇനി മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് 10 രൂപ കാശ് കിട്ടുന്നതാ. ആ മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങിനകത്തുള്ള ഒരു കടമുറി വിറ്റ് പോയിട്ടുണ്ടോ, കൊടുത്തു പോയിട്ടുണ്ടോ? സൂക്ഷിച്ചു വെച്ചതാ. എന്തിനാ സൂക്ഷിച്ചു വെച്ചത്? ആ ചിലതുണ്ട്, ചില സാധനം സൂക്ഷിച്ചു വെച്ച കുറെ കാലം കഴിഞ്ഞാൽ അതിന് വില കൂടും എന്ന് വിചാരിച്ചു വെച്ചതാണെന്നാ തോന്നുന്നത്. ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഇനി ബസ് സ്റ്റാൻഡ് നിങ്ങളൊന്ന് നോക്ക്. എന്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. വടകര ബസ് സ്റ്റാൻഡിലേക്ക് വരുമ്പോ എനിക്കിതൊന്ന് വെക്കണം. കാരണം കോഴിക്കോട് പോലെ തന്നെയാ വടകര. ഞാൻ അന്വേഷിച്ചു മീഡിയക്കാരനോട്, ക്ലോക്ക് റൂം ഉണ്ടോ? എനിക്ക് പണ്ട് വടകര വന്നപ്പോ ക്ലോക്ക് റൂം പോയ ഓർമ്മയുണ്ട്. ക്ലോക്ക് റൂം ചൂണ്ടിക്കാണിച്ചപ്പോ അവിടെ ലോട്ടറി കച്ചവടം. ക്ലോക്ക് റൂം ചൂണ്ടിക്കാണിച്ചപ്പോ അവിടെ ലോട്ടറി കച്ചവടം. ശരിയോ തന്നെ? നിങ്ങൾ പറ, ശരിയല്ലേ? വടകര ബസ് സ്റ്റാൻഡിനകത്ത് ഒരു യാത്രക്കാരൻ ഇറങ്ങി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ അവന്റെ ഒരു ബാഗ് 10 രൂപയ്ക്ക് വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് ലോട്ടറി കച്ചവടം നടത്തുന്ന ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉണ്ട് എങ്കിൽ അത് വടകര ഗവൺമെന്റ് ആണ്. 25 കൊല്ലം മാത്രമേ ഈ സ്റ്റാൻഡ് ഉണ്ടായ കാലത്തുനിന്ന് 1 ഇഞ്ച് മുന്നോട്ട് മാറ്റമുണ്ടായോ ഈ ബസ് സ്റ്റാൻഡിൽ? നിങ്ങൾ വെറുതെ ഒന്ന് നോക്ക്, ഒരു മാറ്റമുണ്ടായോ? എം ഫൈസൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ ലീഗ് സെക്രട്ടറി കെ കെ നവാസ് മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടയിൽ രാധാകൃഷ്ണൻ, എ പി ഷാജിത്ത്, എൻ പി അബ്ദുൽ ഹാജി, സതീശൻ കുരിയാടി, പി എസ് രഞ്ജിത്ത് കുമാർ, എം പി അബ്ദുൽ കരീം, വി കെ അസീസ്, പി മുസ്തഫ, വി കെ പ്രേമൻ, വി എം വിനു, സുധീഷ്, പി കെ സി റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു.